ചർച്ച് ഓഫ് ഗോഡ് കോർമംഗല എല്ലാം അവതരിപ്പിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ 8-ാമത്തെ ഗ്രന്ഥമായ രൂത്തിന്റെ പുസ്തകത്തിലെ വീണ്ടെടുപ്പ്. നറേറ്റർ. ഇൻട്രൊഡക്ഷൻ. പാർട്ട് 1. എലീമേലെക്ക്, നവോമി, മഹ്ലോൻ, കില്യോൻ. എലീമേലെക്ക്: നവോമി, 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 ദാ വരുന്നു. എലീമേലെക്ക്: സ്വൽപ്പ വെള്ളം എടുത്തുകൊണ്ട് വരൂ. ഹോ, എന്തൊരു ചൂടാ. നവോമി: വയലിൽ പോയി നോക്കിയിട്ട് എന്തായി? എലീമേലെക്ക്: എന്താകാൻ, വിള മുഴുവൻ കരിഞ്ഞുപോയി, ദേശം വെന്തുരുകുകയല്ലേ. ബേത്ലഹേം പട്ടണം ഇന്ന് അല്പം ധാന്യത്തിനായി പരക്കം പായുകയല്ലേ. നവോമി: ദൈവമേ, നാം ഇനി എന്തു ചെയ്യും? എലീമേലെക്ക്: എനിക്കറിയില്ല. ദേശം അത്യുഷ്ണത്താൽ ഉരുകുമ്പോഴും ജനം ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോകുന്നു. നവോമി: നമ്മുടെ പാണ്ടികശാലയിലെ ധാന്യം ഏതാണ്ട് തീരുകയാണ്. 2 മക്കളെയും കൂട്ടി നമ്മൾ ഇനി എങ്ങനെ കഴിയും? മഹ്ലോൻ: അപ്പാ, ഇങ്ങനെ ഈ ദേശത്ത് കഴിയാൻ ഇനി സാധിക്കയില്ല. എത്ര നാൾ ഇങ്ങനെ ജീവിക്കും? കില്യോൻ: അപ്പാ, കൃഷിയെല്ലാം ഉണങ്ങി. ചന്തയിലാണെങ്കിൽ എല്ലാത്തിനും തീ പിടിച്ച വില. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. മഹ്ലോൻ: അപ്പാ, ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങളുടെ ചങ്ങാതിമാരെ ഒക്കെ കണ്ടു. അവരൊക്കെ മോവാബ് ദേശത്തേക്ക് പോകുകയാണ്. അവിടെ സമ്പൽ സമൃദ്ധിയാണപ്പാ. നമുക്കും അങ്ങോട്ട് പോകാം. നവോമി: അയ്യോ, നമ്മുടെ പിതാക്കന്മാരുടെ ദേശം വിട്ടുപോകാനോ? മഹ്ലോൻ: അമ്മേ, പിതൃദേശത്ത് പട്ടിണി കിടന്ന് ചാകണോ? അതോ ദൈവം തന്ന സാധ്യത പ്രയോജനപ്പെടുത്തി നല്ലൊരു ദേശത്ത് പോയി സുഖമായി ജീവിക്കണോ? കില്യോൻ: അപ്പനൊന്നും പറഞ്ഞില്ല. എലീമേലെക്ക്: മോവാബ് ദേശം, വിഗ്രഹാരാധന നിലനിൽക്കുന്ന ദേശം. മഹ്ലോൻ: അപ്പാ, നമ്മൾ അന്യദേവനെ ആരാധിക്കാനല്ലല്ലോ പോകുന്നത്. നമ്മുടെ ദൈവത്തെ ത്യജിക്കാനുമല്ല. ക്ഷാമദേശത്ത് നിന്നും ക്ഷേമദേശത്തേക്കുള്ള ഒരു യാത്ര, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ വേറെ വഴി എന്തുള്ളൂ? എലീമേലെക്ക്: മക്കളെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഞാൻ എതിര് നിൽക്കുന്നില്ല. നവോമി: യാത്രയ്ക്ക് തയ്യാറെടുക്കുക. ഇനിയും താമസിക്കേണ്ട. നറേറ്റർ. അങ്ങനെ എലീമേലെക്കിന്റെ കുടുംബം യാത്രയായി. എലീമേലെക്ക്: ഹോ, ഇനി മോവാബിൽ എത്താൻ എത്ര നേരം നടക്കണമോ? നവോമി: എങ്കിലും അപ്പത്തിന്റെ ഭവനമായ ബേത്ലഹേം വിട്ട് പോരേണ്ടി വന്നല്ലോ. മഹ്ലോൻ: ബേത്ലഹേം തറവാട്ട് മഹിമയൊന്നും പറയണ്ട. പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞ് നട്ടെല്ലൊടിയാറായി. ക്ഷാമം മൂത്തിട്ട് നാളെത്രയായി. വയറ്റിൽ ചുക്കിലി വല കെട്ടി. അല്ലേടാ കില്യോനെ? കില്യോൻ: ഹേ മഹ്ലോൻ, നീ അങ്ങനെ പറയരുത്. യഹോവയുടെ അനുഗ്രഹമുള്ള സ്ഥലമാണ് ബേത്ലഹേം. അല്പം ബുദ്ധിമുട്ട് വന്നപ്പോൾ ദൈവത്തെ തള്ളി പറയരുത്. നവോമി: അങ്ങനെ പറ മോനെ. എലീമേലെക്ക്: പിള്ളാരെ, ബഹളമുണ്ടാക്കാതെ. നവോമി, ഒന്ന് വേഗം നടക്ക്. മഹ്ലോൻ: എനിക്കാണെ അങ്ങ് വിശക്കുക. ഒരു കപ്പപ്പൂള പോലും കഴിക്കാനില്ലല്ലോ. വിശന്നാൽ പിന്നെ എന്തുവാണെങ്കിലും കഴിച്ചു പോകും. എലീമേലെക്ക്: വേഗം നടക്ക്. എത്രയും പെട്ടെന്ന് മോവാബിലെത്തണം. നറേറ്റർ. അങ്ങനെ എലീമേലെക്കും കുടുംബവും മോവാബിൽ എത്തി. അവിടെ സന്തോഷത്തോടെ ജീവിതം ആരംഭിച്ചു. ചില വർഷങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ എല്ലാം തിരിഞ്ഞു മറിയുവാൻ തുടങ്ങി. നവോമിയുടെ ജീവിതം മാറയുടെ അനുഭവത്തിൽ ആയി. പാർട്ട് 2. നവോമി, മഹ്ലോൻ, കില്യോൻ, ഓർപ്പ, രൂത്ത്. നവോമി: യഹോവയുടെ ദേശം വിട്ടുപിരിഞ്ഞ് സ്വയമായി കഷ്ടപ്പാട് മാറ്റാൻ നോക്കിയതിന്റെ ശിക്ഷയാണിതെല്ലാം. കില്യോൻ: ഇപ്പോൾ എന്തു പറ്റി അമ്മച്ചി? നവോമി: നിങ്ങളെ യഹൂദ പെൺകുട്ടികളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഒടുവിൽ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന പെൺകൊച്ചുങ്ങളെ കെട്ടി. ഇനി എന്തൊക്കെ ഭവിക്കുമോ കർത്താവ് അറിയുന്നു.
മഹ്ളോൻ, ജാതികളാണെങ്കിൽ എന്താ, നല്ല മിടുക്കികളായ മരുമക്കളെയല്ലേ കിട്ടിയത്, അല്ലേടി ഓർപ്പേ? നവോമി, കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിഗ്രഹാരാധന വിട്ട് ന്യായപ്രമാണം പഠിച്ച് യഹോവയെ സേവിച്ചാൽ നമ്മുടെ ശിക്ഷയെല്ലാം മാറും. ഓർപ്പ, ഞങ്ങളുടെ ദേവന്മാരെക്കുറിച്ച് അറിയാഞ്ഞിട്ട അല്ലേ രൂത്തേ? രൂത്ത്, ഓർപ്പെ, അമ്മച്ചി പറയുന്നതിൽ കാര്യമുണ്ട്. നീ ഒന്ന് ചിന്തിക്ക്. നമ്മുടെ ദൈവങ്ങൾ ജീവനില്ലാത്ത പ്രതിമകളല്ലോ. കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, ഒന്നും മിണ്ടുന്നതുമില്ല. മഹ്ളോൻ, എടി, എനിക്ക് വിശക്കുന്നു, വല്ലതും താ. രാവിലത്തെ മോവാബ് കപ്പയുണ്ടെങ്കിൽ വേഗം വിളമ്പ്. അമ്മച്ചി കേട്ടാൽ പ്രാർത്ഥിക്കാൻ പറയും. ഓർപ്പ, അത് നിങ്ങൾക്ക് തികയും എന്ന് തോന്നുന്നില്ല, ആകെ കുറച്ചല്ലേ ഉള്ളൂ. നവോമി, എങ്കിൽ വാ, ഉള്ളത് സ്തോത്രം ചെയ്ത് കഴിക്കാം, അത് തന്നെ ഒരു അനുഗ്രഹമാണ്. നറേറ്റർ പാർട്ട് 3. നവോമി, രൂത്ത്, ഓർപ്പ. എല്ലാവരും ദുഃഖത്തിൽ. നവോമി ദുഃഖിതയായി കസേരയിൽ ഇരിക്കുന്നു, പെൺമക്കൾ ദുഃഖിതരായി നിൽക്കുന്നു. നവോമി, ഇതെല്ലാം എനിക്ക് ഭവിക്കണം. ദൈവഭവനത്തിൽ നിന്ന് പോന്നപ്പോൾ തുടങ്ങിയതാണ് ദുരിതങ്ങൾ, അതും അല്പം അപ്പത്തിന് വേണ്ടി. ഈ കുഞ്ഞുങ്ങളെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? ദൈവമേ, നീ അവരെ ആശ്വസിപ്പിക്കണമേ. ഓർപ്പ, വന്നതെല്ലാം വന്നു. രൂത്ത്, അമ്മച്ചി, കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു കേട്ടു, ബേത്ലഹേമിൽ ക്ഷാമമെല്ലാം മാറി കൃഷിയൊക്കെ അനുഗ്രഹിക്കപ്പെട്ടെന്ന്. നവോമി, നേരാ മോളെ, എന്നാൽ ഇപ്പോൾ അവിടെ കൊയ്ത്തുകാലം ആണ്. ഓർപ്പ, ഇവിടെ എന്താ കുഴപ്പം? രാഗിണി വിത്തല്ലേ വിതച്ചിരിക്കുന്നത്, 100 മേനി വിളവ് ലഭിക്കുമല്ലോ. നവോമി, ഇല്ല, എനിക്ക് തിരികെ പോണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. എന്റെ കൂടെ വന്നാൽ ഇനി നിങ്ങളുടെ ജീവിതവും ബുദ്ധിമുട്ടാകും. ഓർപ്പ നവോമിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഞാൻ പോകുന്നു അമ്മച്ചി. നവോമി രൂത്തിന്റെ നേരെ തിരിഞ്ഞു. നിനക്കും പോയിക്കൂടെ മോളെ? രൂത്ത്, ഇല്ലമ്മേ, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. നവോമി, എങ്കിൽ പോകാം മോളെ. ദൈവം നിന്നെ മാനിച്ച് നിനക്കൊരു വീണ്ടെടുപ്പുകാരനെ തരട്ടെ. നറേറ്റർ മെസ്സേജ് ഓഫ് ദ സ്കിറ്റ് എഴുതി ചേർക്കുന്നുണ്ട്.